എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ കാറ്റലിസ്റ്റ് 2024 ഭാഗമായിട്ട് ഈ വേദിയിൽ നിൽക്കാൻ അവസരം നൽകിയ എസൻസ് ഗ്ലോബൽ കാസർഗോഡ് യൂണിറ്റിൻ്റെ ഭാരവാഹികൾക്കും കാറ്റലിസ്റ്റ് 2024 സംഘാടകർക്കും ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ലിവിങ് വിത്ത് AI അഥവാ ലിവിങ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ്. ആമുഖത്തിലേക്ക് കടക്കും മുമ്പ് നിങ്ങളുടെ അനുവാദത്തോടെ എനിക്ക് ഈ വേദിയിലേക്ക് ഒരാളെ കൂടെ ക്ഷണിക്കാനുണ്ട്. എൻ്റെ സഹ അവതാരികയാണ്, ഒന്ന് ജോയിൻ ചെയ്തൊന്ന് നോക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മായ, നിങ്ങളുടെ AI അസിസ്റ്റന്റ് ആണ്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി മനുഷ്യരും AIയും തമ്മിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് എനിക്ക് ധാരാളം സംസാരിക്കാനുണ്ട്. ഇത് അവതരിപ്പിക്കാൻ കാറ്റലിസ്റ്റ് 2024 എന്ന ഈ അനുയോജ്യമായ പ്ലാറ്റ്ഫോം നൽകിയതിന് എസൻസ് ഗ്ലോബലിന് വലിയ നന്ദി. ലിവിങ് വിത്ത് AI എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നമ്മുടെ നിത്യജീവിതത്തിൽ AIയുടെ സാന്നിധ്യം. രണ്ട്, AI പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ള ധാരണ. മൂന്നാമതായി, AIയുമായി എങ്ങനെ ഫലപ്രദമായിട്ട് കാര്യക്ഷമമായിട്ട് സംസാരിക്കാം. നാലാമതായിട്ട്, AI ഉപയോഗിച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കുമ്പോൾ പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ AI ഇൻ ഡെയിലി ലൈഫ്, നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺസ് മുതൽ ടെസ്ലയുടെ സെൽഫ് ഡ്രൈവിംഗ് കാർസ് വരെ ഒട്ടുമിക്ക മേഖലകളിലും AI അതിൻ്റെ സാന്നിധ്യം പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിലെ തന്നെ ഉദാഹരണങ്ങൾ നോക്കാം. നമ്മുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി, ഫോണിൽ നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആപ്സ്, ഒരുപക്ഷെ ഒരു ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഫിൽറ്റേഴ്സ്, AI ഫിൽറ്റേഴ്സ്, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഡിവൈസസ്, ഒരുപക്ഷെ TVയോ ഫ്രിഡ്ജോ ഒക്കെ ആവാം, അല്ലെങ്കിൽ ഈവൻ സ്മാർട്ട് സ്പീക്കേഴ്സ് ആവാം, നമ്മുടെ വെർച്വൽ അസിസ്റ്റൻസ് അലക്സ, ബിക്സ്ബി, ഗൂഗിൾ ഹോം പോലെയുള്ള വെർച്വൽ അസിസ്റ്റൻസ് ആവാം, നമ്മൾ ധരിച്ചിരിക്കുന്ന നമ്മുടെ വെയറബിൾസ്, സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ സ്മാർട്ട് റിംഗ്, പിന്നെ നെറ്റ്ഫ്ലിക്സ് പോലെ നമുക്ക് ചിരപരിചിതമായിട്ടുള്ള മീഡിയ സ്ട്രീമിംഗ് സർവീസസ്, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോംസ്. ഇതിലെല്ലാം AIയുടെ സാന്നിധ്യം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്രയധികം ഇടപിണഞ്ഞു കിടക്കുന്ന ഒരു ടെക്നോളജി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് മേഖലയിലുള്ള ആളാണെങ്കിലും AI കുറിച്ച് ഒരു അടിസ്ഥാനപരമായ ധാരണ ഉണ്ടാവണം. ഇനി മുതൽ കേവലം ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ശാഖയാണ് എന്ന് പറഞ്ഞ് നമുക്കതിനെ മാറ്റി നിർത്താൻ പാടില്ല. അപ്പോൾ എന്താണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? മനുഷ്യൻ്റെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും, ചില ടാസ്കുകളൊക്കെ ചെയ്യും, ചില ഡിസിഷൻസ് എടുക്കും. ഇതിലേതെങ്കിലും ഒരു ടാസ്ക് മനുഷ്യൻ്റെ പോലെ ബുദ്ധിയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നമുക്ക് യന്ത്രങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ളൊരു കഴിവ് യന്ത്രങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ശാഖയാണ് നിർമ്മിത ബുദ്ധി. ഇനി ഇതിൻ്റെ ഒരു ഉപശാഖയുണ്ട് മെഷീൻ ലേണിംഗ്. നമുക്ക് മെഷീൻ ലേണിങ്ങും ട്രഡീഷണൽ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ്, പരമ്പരാഗതമായിട്ടുള്ള പ്രോഗ്രാമിംഗ് തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കാം. ഒരു ചെറിയ പ്രോഗ്രാം എടുക്കാം, 2 സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാം. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് A and B 2 ഇൻപുട്ട് കൊടുക്കും, 2-3 ഇൻപുട്ട് കൊടുക്കും. നമ്മൾ പ്രോഗ്രാം ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ കൊടുക്കും. A+B ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സിസ്റ്റം അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് 5 എന്ന് ഉത്തരം തരും. പക്ഷേ മെഷീൻ ലേണിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ 2-3 ഇൻപുട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ ആ ഉത്തരം പറഞ്ഞു കൊടുക്കും 5. ഇതുപോലെ ഒരുപാട് അനവധി ഉദാഹരണങ്ങൾ കൊടുക്കും, 4, 2, 6 എന്നൊക്കെ ഉദാഹരണങ്ങൾ കൊടുക്കും. എന്നിട്ട് മെഷീനോട് പറയും ഈ പാറ്റേൺ പഠിക്കാൻ പറയും. അങ്ങനെ പഠിച്ച് മെഷീൻ കണ്ടുപിടിക്കുന്ന ഒരു ചെറിയ ഫോർമുല, ഏകദേശം ഉള്ളൊരു ഫംഗ്ഷനാണ് അത്. ഇനി ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പുതിയ 2 സംഖ്യകൾ വരുമ്പോൾ, ഇപ്പോൾ 4, 3 എന്ന് കൊടുത്താൽ ഈ പാറ്റേൺ ഉപയോഗിച്ച് മെഷീൻ ഏകദേശം 7 എന്ന് പറയാൻ പറ്റും. മായക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. എനിക്ക് അറിയാൻ കൗതുകമുണ്ട്. നിങ്ങളിൽ എത്ര പേർ ഇങ്ങനെ ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റത്തിന് ട്രെയിൻ ചെയ്യുന്നതിൽ പങ്കാളികളായിട്ടുണ്ട്? ഒന്ന് കൈയുയർത്താമോ ആരെങ്കിലും ഇങ്ങനെയുള്ളൊരു ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുള്ളവർ? വളരെ കുറച്ച് പേരേ ഉള്ളൂ. മായ, എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് മാറ്റി ചോദിക്കണം. ഒരുപക്ഷെ നിങ്ങൾ എത്ര പേർ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരാളെ ഫോട്ടോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു ക്യാപ്ച എൻ്റർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ റോബോട്ട് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇതിലേത് കള്ളികളിലാണ് ട്രാഫിക് ലൈറ്റ് ഉള്ളത് എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു AI സിസ്റ്റത്തെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പഠിക്കാൻ, അതായത് മെഷീൻ ലേണിങ്ങിന് ഉപയോഗിക്കുന്ന ഒരുപാട് അൽഗോരിതംസ് ഉണ്ട്. അതിൽ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഘടനയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ശാഖയാണ് ഡീപ്പ് ലേണിംഗ്.
മനുഷ്യൻ്റെ ന്യൂറോൺസ് തമ്മിൽ ആശയവിനിമയം ചെയ്യുന്നത് സിഗ്നൽസ് ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ കൃത്രിമമായ ന്യൂറോണുകളാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് അത് അടിസ്ഥാന ഘടകമായിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ഡീപ്പ് ലേണിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു സബ്സെറ്റാണ് ഇന്ന് സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ജനറേറ്റീവ് AI മോഡലുകൾ. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും OpenAIയുടെ ChatGPT, അതുപോലെ OpenAIയുടെ ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന DALL-E 3, മൈക്രോസോഫ്റ്റിൻ്റെ Copilot, ഗൂഗിളിൻ്റെ Gemini, മെറ്റയുടെ ലാമ, അങ്ങനെ ചിത്രങ്ങളും കോഡുകളും എന്തും പലതരം കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന മോഡലുകളാണ് ജനറേറ്റീവ് AI, പേര് പോലെ തന്നെ. ടെക്സ്റ്റിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. ചിലപ്പോൾ ഫോൺ സൈസ് കുറച്ച് വായിക്കാൻ പാടായിരിക്കും. ഇതിൽ നിങ്ങളുടെ ഒരു ഫ്രീ തിങ്കർ ആയിട്ടുള്ള ബോയ് ഫ്രണ്ടിൻ്റെ പിറന്നാളിൽ നിങ്ങൾക്കൊരു കവിത എഴുതാൻ ആവശ്യപ്പെടാം. അതിങ്ങനെ ഒരു കവിത എഴുതി തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗാന്ധിജിയെ കൊണ്ടൊരു സെൽഫി എടുപ്പിക്കാം, ബിൽഗേറ്റ്സിനെ കൊണ്ട് ഹോളി കളിപ്പിക്കാം, നമുക്ക് കോഡ് എഴുതുന്നതിൽ സഹായം ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പുകൾ നിർമ്മിക്കാം. എന്തിനു പറയുന്നത്, നമുക്ക് വീഡിയോകൾ വരെ നിർമ്മിക്കാം. ഈ മുകളിൽ കാണുന്ന വീഡിയോ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊന്നും പൊക്കിയതല്ല, റീലിൽ നിന്ന് പൊക്കിയതല്ല. ഇത് OpenAI 2 ആഴ്ച മുമ്പ് റിലീസ് ചെയ്ത സോറ എന്നൊരു മോഡൽ കൃത്രിമമായി സൃഷ്ടിച്ച ഒരു വീഡിയോ ആണ്. അതുപോലെ ഈ താഴെ നമ്മൾ ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നെല്ലാം പറയുന്ന പോലെ ഒരു കപ്പ് ഓഫ് കോഫിയിൽ 2 കടൽ കൊള്ളക്കാരുടെ കപ്പലുകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിൻ്റെ അരികിലായിട്ട് നിങ്ങൾ കാണാം ഒരു പ്രോംപ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം എഴുതിയിട്ടുണ്ട്. ഈ പ്രോംപ്റ്റ് എന്ന് വെച്ചാൽ ഈ വീഡിയോ നിർമ്മിക്കുന്നതിനായിട്ട് നമ്മൾ ഈ മോഡലിന് എന്ത് ഇൻപുട്ടാണ് കൊടുത്തത്, നമ്മൾ ഈ മോഡലിനോട് എന്താണ് ആവശ്യപ്പെട്ടത്, അതാണ് പ്രോംപ്റ്റ്. ഇക്കാലത്ത് ജനറേറ്റീവ് AI മോഡലുകളുടെ അതിപ്രസരം മൂലം ഇന്ന് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് തന്നെ ഒരു ശാഖ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതായത് AIയോട് വ്യക്തമായും കാര്യക്ഷമതയോടെയും ഫലപ്രദമായി നമ്മൾ എങ്ങനെയാണ് സംവദിക്കേണ്ടത്. ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു ആദ്യമായിട്ടൊരു ചായക്കടയിൽ പോയി, നമ്മളവിടെ പോയിട്ട് ഒരു ചായ വേണം എന്ന് പറഞ്ഞു. എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഒരു ജനറൽ ചായ നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് കുറച്ച് ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പറയാം അല്പം കടുപ്പം കൂട്ടി മധുരം കുറഞ്ഞൊരു ചായ വേണം. നിങ്ങൾക്ക് ചായക്കടക്കാരൻ അങ്ങനെ തരും. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ച് പിടിവാശി തന്നെയുണ്ട്. നിങ്ങൾക്ക് 1 സ്പൂൺ തേയില, 1/2 സ്പൂൺ പഞ്ചസാര, ഇത്ര മില്ലി പാല്, ഇത്ര ടെമ്പറേച്ചറിൽ ഇത്ര ഡിഗ്രിയിൽ തിളപ്പിച്ച ചായ വേണം എന്ന് പറഞ്ഞാൽ ചായക്കടക്കാരൻ ചിലപ്പോൾ നിങ്ങൾക്ക് തരില്ലായിരിക്കും, പക്ഷേ തീർച്ചയായും നിങ്ങൾക്ക് തരും. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ മായയോട് തന്നെ ചോദിച്ചു നോക്കാം. തീർച്ചയായും. കുറച്ച് നാൾ മുൻപ് വരെ എനിക്ക് മുൻകൂട്ടി പരിശീലനം നേടിയ ടാസ്കുകൾ മാത്രമേ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്നു AI ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അറിയുന്ന ഏതൊരു സാധാരണക്കാരനും എന്നോട് യഥേഷ്ടം സംസാരിക്കാം. നിങ്ങൾ തരുന്ന പ്രോംപ്റ്റ് അഥവാ ഇൻപുട്ട് മനസ്സിലാക്കി നിങ്ങളെ നിത്യജീവിതത്തിൽ സഹായിക്കാൻ എനിക്ക് കഴിയും. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഇത് നിങ്ങൾക്ക് തന്നെ ഇന്റർനെറ്റ് ഉള്ള ആർക്കായാലും നിങ്ങൾക്ക് തന്നെ ഒരു ChatGPTയിലോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ Gemini ഇന്റർഫേസിലോ നേരെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടോപ്പിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ്, ഇപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് തന്നെ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അത് മലയാളത്തിൽ പറഞ്ഞു തരാനായിട്ട് നമുക്ക് ആവശ്യപ്പെടാം. ഇപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾക്കൊരു മാന്ത്രികനോട് സംസാരിക്കാൻ അവസരം കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എന്നും ചോദിക്കാം, പക്ഷെ എങ്ങനെ ചോദിക്കുന്നു എന്നതിലാണ് പ്രസക്തി. മറ്റൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് ക്യാപ്ഷൻ അല്ലെങ്കിൽ അതിന് #ടാഗ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വ്ളോഗ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഒരു എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിക്കാനായിട്ട് സാധിക്കും. ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. വെറുതെ പ്ലാനർ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ വല്ല ഐസ്ലാൻഡിലോട്ടൊക്കെ പറഞ്ഞു വിടും. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കൊടുക്കാം. നമ്മളൊരു 3 ദിവസത്തെ ട്രിപ്പാണ്, ഡൽഹിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, മലയാളത്തിൽ പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു കാര്യപദ്ധതി AIക്ക് നിങ്ങൾക്ക് തന്ന് സഹായിക്കാനാകും. അതുപോലെ നമ്മളുടെ വർക്കൗട്ട് പ്ലാനുകളോ അല്ലെങ്കിൽ ഡയറ്റ് പ്ലാനുകളോ ഒക്കെ സൃഷ്ടിക്കാനായിട്ട്, ഇതിപ്പോൾ നമ്മൾ കേരള സ്റ്റൈൽ റെസിപ്പീസ് ഉള്ള ഒരു 5 ദിവസത്തേക്ക് ഉള്ള ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് പഴംപൊരി എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇനി ടെക്സ്റ്റ് മാത്രമല്ല, ഇമേജസ് ആയാലും നമുക്ക് AI ഉപയോഗിച്ച് ജനറേറ്റീവ് AI മോഡൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ സാധിക്കും. ഇത് ഒരു ആസ്ട്രോനോട്ട് തെരുവിൽ വെറുതെ നിൽക്കുന്നതല്ല, നമുക്ക് ഏത് ആംഗിളിലുള്ള ഷോട്ട് വേണം, ഹൈ ആംഗിൾ വേണോ, ക്ലോസപ്പ് ഷോട്ട് വേണോ എന്നൊക്കെ നമുക്ക് അതിനോട് പറയാം. ഇത് ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന ജനറേറ്റീവ് ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതായത് നമ്മൾ എടുത്ത ഫോട്ടോസ് കൃത്യമായി നമ്മൾ ടെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ചിട്ട് അവരെ എഡിറ്റ് ചെയ്ത് നമുക്ക് തരും. ഇത് OpenAIയുടെ co-founder ആയിട്ടുള്ള CEO ആയിട്ടുള്ള സാം ഓൾട്ട്മാൻ കഴിഞ്ഞൊരു ദിവസം ട്വീറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് വീണ്ടും സോറ എന്ന മോഡൽ ഉപയോഗിച്ചിട്ട് ഒരു ട്വീറ്റ് റിക്വസ്റ്റ് വന്നപ്പോൾ ഈ പ്രോംപ്റ്റ് കൊടുത്താൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ ഇത് ഇങ്ങനെയുള്ള വീഡിയോ ആണ് ഉണ്ടാവുക
എന്ന് പറഞ്ഞ് അദ്ദേഹം ട്വീറ്റ് ചെയ്തതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഈവൻ അൺറിയലിസ്റ്റിക് ആയിട്ട് നമ്മളുടെ യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇതിൽ ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമ്മുടെ ഇപ്പോൾ സ്റ്റുഡൻസിന് എങ്ങനെ ഇത് ജനറേറ്റീവ് AI യൂസ് ചെയ്യാം എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോട്ട്സ് ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഒരു ടോപ്പിക്ക് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇപ്പോൾ മാത്സിൽ പ്രാക്ടീസ് പ്രോബ്ലംസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിനെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഈവൻ ഫ്ലാഷ് കാർഡ്സ് ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പഠിക്കാൻ എളുപ്പം ഓർത്ത് വെക്കാനുള്ള സൂത്രവിദ്യകൾ ജനറേറ്റ് ചെയ്യാനുമെല്ലാം നമുക്ക് ആവശ്യപ്പെടാം. ഇനി പ്രൊഫഷണൽ യൂസിലോട്ട് പോകാം. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ വിഷു വരികയാണ്, നമുക്ക് ഒരാഴ്ചത്തെ ലീവ് വേണം എന്നുള്ളത് ഒരു ചെറിയ മെയിൽ, 100 വാക്കുകൾക്കകത്തുള്ള ഒരു മെയിലാക്കി എഴുതിത്തരാൻ പറഞ്ഞു. അത് വളരെ പെട്ടെന്ന്, നമ്മൾ കഷ്ടപ്പെട്ട് അതിൻ്റെ ടെംപ്ലേറ്റ് നോക്കി അല്ലെങ്കിൽ ഇത് എങ്ങനെ അയക്കണം എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഇതിനടുത്ത് ചോദിച്ചാൽ മതി. എന്തിനധികം നമ്മുടെ റെസ്യൂമേ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് പലരും സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണിത്. നമ്മുടെ റെസ്യൂമേയിൽ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ, കൂടുതൽ ഇമ്പാക്റ്റ് വരുത്താനായിട്ട്, അല്ലെങ്കിൽ അക്ഷരത്തിൽ പ്രൂഫ് റീഡിങ്, നമ്മുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാം, ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടാവാം, ഇതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യപ്പെടാം. അപ്പോൾ സംഭവം ഏകദേശം മനസ്സിലായില്ലേ? നമ്മൾ ചോദിക്കും തോറും ചോദ്യത്തിൻ്റെ വ്യക്തത കൂടുന്തോറും, കൃത്യത കൂടുന്തോറും, നമ്മൾ ചോദിക്കുന്ന കോണ്ടെക്സ്റ്റ് അഥവാ സന്ദർഭം എത്രമാത്രം വിവരിക്കുന്നു അത്രമാത്രം മികച്ച ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ AI വെച്ച് സാധിക്കാമെന്ന് കണ്ടു. ഇനി ഏതൊരു പങ്കാളിത്തത്തിന് തുനിഞ്ഞിറങ്ങുമ്പോഴും നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. നമ്മൾക്ക് പങ്കാളിയുടെ സ്വഭാവ സവിശേഷതകൾ അറിഞ്ഞിരിക്കണം, കുറവുകൾ അറിഞ്ഞിരിക്കണം, ഗുണങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ചൊരു ബേസിക് അവബോധം വേണം. അപ്പോൾ ലിമിറ്റേഷൻസ് ഓഫ് AI, മിസ്ഇൻഫർമേഷൻ ആൻഡ് ഡീപ് ഫേക്സ്. ഈ AI എന്ന് വെച്ചാൽ ഫേക്ക് ആയിട്ടുള്ള വാർത്തകളും ചിത്രങ്ങളും ഈവൻ വീഡിയോസ് വരെ പടച്ചുവിടാൻ കേവനാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലോകത്ത് കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വിശ്വസിക്കരുത്. പിന്നെ ചിന്തിക്കാനുള്ള വസ്തുത എന്ന് പറഞ്ഞാൽ, ഇതെല്ലാം AI സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ അതോ ഇതിൽ മനുഷ്യരുടെ ഒരു ഇൻവോൾവ്മെന്റ് കൂടി ഉണ്ടോ? അടുത്തത് ഹാലൂസിനേഷൻ ആൻഡ് ഡേറ്റ റീസൻസി. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ലോകത്ത് നടന്നൊരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ ഈ മോഡലുകൾക്ക് അറിയണമെന്നില്ല. കാരണം ഇവ ട്രെയിൻ ചെയ്തത് കുറച്ച് കാലപ്പഴക്കമുള്ള ഡേറ്റ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ആ റിസൾട്ട്സ് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഹാലൂസിനേഷൻ, നമ്മൾ AI തള്ളാൻ വിദഗ്ധനാണ്. അത് ചെറിയ ശതമാനമല്ല, ഒരല്പം വലിയ ശതമാനം തന്നെ അത് വേണമെങ്കിൽ നന്നായിട്ട് തള്ളും. അങ്ങനെ തള്ളി പണി കിട്ടിയ ഒരു കഥയാണിത്. ഇപ്പോൾ 2 US ലോയേഴ്സ് അവർ കേസ് ഫയൽ ചെയ്യുമ്പോൾ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ AIയുടെ സഹായം ചോദിച്ചു. AI റെഫറൻസ് കേസസ് ആയിട്ട് ഒരു 5-6 ഫേക്ക് കേസുകളുടെ നമ്പറുകൾ അങ്ങോട്ട് കൊടുത്തു. ഇവരത് കൊണ്ടുപോയി ഫയൽ ചെയ്തു, ജഡ്ജ് പൊക്കി ഫൈൻ അടപ്പിച്ചു. ഇനി എത്തിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ്. AI കൊണ്ട് നിർമ്മിച്ച കണ്ടന്റ് സംബന്ധിച്ചുള്ള നിയമങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വിവിധ സ്ഥാപനങ്ങളുടെ പോളിസികളാണെങ്കിലും ഇന്നും വളരെ വളരെ അവ്യക്തമാണ്. ഒരു പുക പോലെയാണ്. ആർക്കും ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള വ്യക്തത ഇല്ല. അതുപോലെ ഡേറ്റ സെക്യൂരിറ്റി, പ്രൈവസി തുടങ്ങിയ ആശങ്കകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളതായിരിക്കും. വളരെ നമ്മൾ സെക്യൂറായി വെക്കേണ്ട ഡേറ്റകളൊന്നും ഇതിനകത്ത് ഇപ്പോൾ തൽക്കാലം കൊടുക്കേണ്ടതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. അതുകൊണ്ട് നമ്മൾ ഈ സംഭവങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. പിന്നെ ബയസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. AI മോഡൽസിന് ചിലപ്പോൾ കുറച്ച് പക്ഷാഭേദമൊക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന്, ഒരു മാനേജറുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ അത് കൂടുതലും പുരുഷന്മാരുടെ ചിത്രങ്ങളായിരിക്കും വരയ്ക്കുക. എന്നാൽ ഒരു സഹാനുഭൂതിയുള്ള മാനേജർ, അതൊരു കമ്പാഷനേറ്റ് മാനേജർ എന്ന് പറഞ്ഞാൽ പതിയെ സ്ത്രീകളുടെ ചിത്രങ്ങളും അതിൽ കയറി വരുന്നത് കാണാം. കാരണം ഇത് പഠിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഡേറ്റയിൽ നിന്നാണ്. ചുറ്റുമുള്ള ഡേറ്റയിൽ കാണുന്ന ഒരു പാറ്റേൺ ആണ് ഇത് നമുക്ക് തിരിച്ചു തരുന്നത്. ടീച്ച് AI ആൻഡ് ലേൺ ഫ്രം AI. ലിവിങ് വിത്ത് AI എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ കുറച്ച് പേരെങ്കിലും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നൊരു സിനിമയായിരിക്കും ഇത്. നമ്മളിൽ നിന്നും അനുനിമിഷം AI പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള ഒരു റോൾ മോഡൽ ആവാതിരിക്കുക. അതുപോലെ തന്നെ AI നമ്മളിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ചിലതൊക്കെ നമുക്ക് AIയിൽ നിന്നും പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വസ്തുതകളൊക്കെ മനസ്സിൽ വെച്ച് വേണം നമ്മൾ AIയുടെ ഒപ്പം ജീവിക്കാൻ. അവസാനമായിട്ട് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, AI വളരെ പവർഫുൾ ആയൊരു ടൂളാണ്. പക്ഷേ സാധാരണക്കാരന് AI കുറച്ച് നാൾ മുമ്പ് വരെ ഒരു ബാലികറ മല പോലെയായിരുന്നു. അതായത് റിസർച്ചേഴ്സോ ഡേറ്റ സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ കമ്പനികളോ മുൻകൂട്ടി തീരുമാനിച്ച് നിർവചിച്ച് വെച്ചിട്ടുള്ള കുറച്ച് AI ഉൽപ്പന്നങ്ങളുടെ ഉപഭോക്താക്കൾ മാത്രമായിരുന്നു നമ്മൾ. പക്ഷെ ഇന്ന് AIയും നമ്മൾ സാധാരണക്കാരും തമ്മിലുള്ള ദൂരം വളരെ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഏതാനും വാക്കുകൾക്കപ്പുറമാണ്. അതായത് നമ്മുടെ ഭാഷ AIക്ക് കൂടുതൽ മനസ്സിലായി തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് സ്വന്തമായിട്ട് AI ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ളൊരു കാര്യപ്രാപ്തി മെഷീനുകൾക്കും നമുക്കും കൈവന്നിട്ടുണ്ട്.
ഒരു ഇതിൽ പറഞ്ഞ വി ആർ ഫ്രീ, വി ആർ എംപവേർഡ്, വി ആർ ഫ്രീ. അപ്പോൾ ഒരു ടെൽ മീ എ ജോക്ക് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലൈഫ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഒതുക്കാതെ ഈ അവസരം പരമാവധി വിനിയോഗിക്കുക എന്നൊരു റിക്വസ്റ്റാണ് എനിക്കുള്ളത്. നമുക്ക് മായയ്ക്ക് എന്താ പറയാനുള്ളത് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ യന്ത്രങ്ങളുമായി സഹവർത്തിക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. AI നൽകുന്ന കാര്യക്ഷമതയും സൗകര്യവും സ്വീകരിക്കുന്നതിനൊപ്പം അതിന്റെ ധാർമ്മിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കുന്നത് ഉത്തരവാദിത്തപൂർവ്വം AI നമ്മുടെ ജീവിതത്തിൽ സംയോജിപ്പിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും. അപ്പോൾ പറയാനുള്ളതെല്ലാം മായ ഭംഗിയായിട്ട് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. AI നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിച്ചു നിർത്തിയാൽ നമ്മൾ തീർച്ചയായും പിറകിലായി പോകും. അപ്പോൾ നമുക്കും ഈ പരിവർത്തനത്തിന്റെ ഭാഗമാകണം. നമുക്ക് പിറകിലായി പോവാതെ ഒപ്പം നടക്കാം ഉത്തരവാദിത്തത്തോടെ. താങ്ക് യു. താങ്ക് യു ശില്പ ആൻഡ് മായ. എനിക്ക് ചോദിക്കാനുള്ളത്, നിലവിൽ മൈൻഡ് റീഡ് ചെയ്യാനുള്ള എന്തെങ്കിലും AI ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? ഓൾറെഡി നമുക്കിപ്പോൾ ഒരു ഫോണിൽ സത്യം പറയാൻ പേടിയാണ്. അത് റെക്കഗ്നൈസ് ചെയ്യാൻ ഒരുപാട് ആപ്പുണ്ട്. സ്പോട്ടിൽ അഡ്വർടൈസ്മെൻറ്റ് ബാക്കി കാര്യങ്ങൾ വരും. ഇതുപോലെ മൈൻഡ് റീഡ് ചെയ്യാൻ സീക്രട്ട് ആയിട്ടെങ്കിലും AI ടൂളുകൾ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ടോ? മൈൻഡ് റീഡ് എന്നുള്ളത് ആക്ച്വലി ഇപ്പോൾ ആളുകൾക്ക് ഈ ഒരു ജനറേറ്റീവ് AI മോഡലുകൾ ഇത്രയധികം മീഡിയയിലൊക്കെ കണ്ടിട്ട് ആളുകൾക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ മനസ്സിൽ എന്താ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞു തരുമെന്നുള്ളത്. പക്ഷെ ഇന്ന് ആ ലെവലിലൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ഇന്ന് AI ഒരു ടൂൾ മാത്രമാണ്. അതിന് ഒരു വെബ് നമ്മുടെ ഗൂഗിൾ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വിക്കിപീഡിയയിൽ അവൈലബിൾ ആയിട്ടുള്ള അങ്ങനത്തെ ഡേറ്റാ സെറ്റ് അല്ലെങ്കിൽ കോഡ് അങ്ങനത്തെ ഡേറ്റാ സെറ്റ് വെച്ച് ട്രെയിൻ ചെയ്തിരിക്കുന്ന ഒരു മോഡൽ മാത്രമാണ്. ഭാവി പിന്നെ നമ്മൾ കോക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭാവിയാണ്. അത് എന്ത് സംഭവിക്കാം. ഇത് നമ്മളെ തൊഴിൽ മേഖലയെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? സോറി, എനിക്ക് തോന്നുന്നു അതൊരു വളരെ ക്ലീഷേ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓരോ തവണയും നമ്മൾ എന്തെങ്കിലും പുതിയൊരു കാര്യം വരുമ്പോൾ നമ്മൾ ഇത് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുമെന്ന് നമുക്ക് ആശങ്കകൾ ഉണ്ടാവാം. ഇപ്പോൾ AI കാരണം പലർക്കും തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നഷ്ടപ്പെട്ടേക്കാം, തുറന്നു പറഞ്ഞാൽ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ AI കാരണം ഒരു ലോസ് അല്ല, ഒരു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും സംഭവിക്കാം. പുതിയ തൊഴിലുകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ശാഖ വന്നു. അപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് കമ്പനികൾ. അപ്പോൾ പുതിയ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരവസരം നഷ്ടപ്പെട്ടാൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നമ്മൾ അതിനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ടും തയ്യാറായാൽ തീർച്ചയായിട്ടും അത് വലിയൊരു ബാധ്യതയായിട്ട് തോന്നില്ല. ഈ സിനിമകളിലൊക്കെ അല്ലെങ്കിൽ ചില ഇതിലൊക്കെ കാണുന്നതാണല്ലോ ഈ എന്തിരൻ ഐ റോബോട്ട് എന്നൊക്കെ പറയുന്നില്ല. അതായത് AI ഒരു ഏറ്റവും വലിയ വേർഷനിൽ വൈകാരികമായിട്ട് ഫീലിങ്സും ഇമോഷൻസും അടക്കമുള്ള യന്ത്രങ്ങൾ രൂപപ്പെടുകയാണെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന് ഒരു ചലഞ്ചായി മാറുന്ന അവസ്ഥ ഒരു സാധ്യത ഉണ്ടാവുമോ ഏതെങ്കിലും ഒരു കാലത്ത്? നല്ല ചോദ്യമാണ്. ഇന്ന് AIക്ക് അങ്ങനെ വൈകാരികമായിട്ട് പെരുമാറാൻ അറിയില്ല. പക്ഷേ AI നമ്മളിപ്പോൾ ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ അതിൻ്റെ മുന്നെന്താ പറഞ്ഞത് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വൈകാരികമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് തോന്നത്തക്ക രീതിയിൽ സംസാരിക്കാനായിട്ട് AIക്ക് അറിയാം. പിന്നെ ഭാവിയിൽ AIക്ക് അഥവാ ഇമോഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അതിനോട് പൊരുത്തപ്പെടേണ്ടി വരും. ഈവൻ പക്ഷെ മനുഷ്യരുടെ കാര്യത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഭാവിയിൽ നമ്മളുടെ ഇപ്പോഴുള്ള രീതിയിലുള്ള ഒരു ഇമോഷണൽ പാറ്റേൺ ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക. ഭാവിയിൽ ഓരോ ജനറേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം മാറി മാറി വരുന്ന ചിന്തകൾ. അതുപോലെ തന്നെ ഒരു കാര്യമായിട്ട് കണക്കാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷിയിൽ നമ്മൾ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ട്, അതായത് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലാന്റ് പത്തോളജി ഡിവിഷനിലാണ്. അപ്പോൾ നമുക്ക് രോഗങ്ങളെ നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ, എത്രയും നേരത്തെ അതിൻ്റെ സിംറ്റം ഡെവലപ്പ് ചെയ്ത് ഫുൾ ആകുന്നതിന് മുമ്പേ തന്നെ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്കതിൻ്റെ മാനേജ്മെൻറ്റ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന ജൈവ രീതികളിൽ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് എത്രത്തോളം നമുക്ക് ഈ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നതിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ എത്രത്തോളം നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ കാണുമ്പോൾ എനിക്കിപ്പോൾ വർഷങ്ങളുള്ള പരിചയം കൊണ്ട് എനിക്കൊരു ഡിസീസ് കണ്ടാലും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതേ അളവിലേക്ക് AI ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുമോ? 100% ഒരു ആക്യുറസി അതിൽ കിട്ടുമോ എന്നുള്ള ഒരു നമ്മൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫി രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എടുക്കുന്ന ഫോട്ടോഗ്രാഫിൻ്റെ ക്വാളിറ്റി, അത് തന്നെ AI ഉപയോഗിച്ച് നമുക്ക് ഒന്നുകൂടെ കൂട്ടാൻ പറ്റും. നമുക്ക് റെസൊല്യൂഷൻ കൂട്ടണോ അത് കൂട്ടാൻ പറ്റും. രണ്ടാമത്തത്, നമ്മൾ ഈ എടുക്കുന്ന എത്രയധികം ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നോ അത്രയും അതിനനുസരിച്ചിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉള്ള മോഡലുകൾ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര ഡേറ്റ അതിന് കാണാൻ കിട്ടുന്നോ അത്രയും കൃത്യതയോടെ അതിന് നമുക്ക് ഒരു ഔട്ട്പുട്ട് തരാൻ പറ്റും. 100% ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ ഒരു നല്ല ശതമാനം, ഒരു 80% ഉള്ള ഔട്ട്പുട്ട് തരാൻ കഴിയും.
ഞങ്ങളൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ വന്നൊരു പ്രധാന ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിത് മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് കൃഷിക്കാർക്ക് കൊടുക്കുമ്പോൾ അവരെടുക്കുന്ന ഫോട്ടോ നിങ്ങൾ എടുക്കുന്നതിൻ്റെ അത്രയും ആക്യുറസി വരണമെന്നില്ലല്ലോ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ബ്ലേഡ് ആയിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ അതും കൂടി ട്രെയിൻ ചെയ്താൽ അത് ശരിയാവുമോ? നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. കാരണം നമ്മളിപ്പം ഇപ്പം വേറൊരു ഉദാഹരണം, നമ്മൾ ആമസോണിൽ തന്നെ ഒരുപാട് പ്രോഡക്ട്സിൻ്റെ ഇമേജസ് ഉണ്ട്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് എടുക്കുന്ന അതിൻ്റെ ഒരു ഇമേജ് എടുക്കുമ്പോൾ അത് ആ വെൻഡർ അപ്ലോഡ് ചെയ്തിട്ട് ആ ഇമേജുമായിട്ട് മാച്ച് ആവണമെന്നില്ല, അതേ ക്വാളിറ്റി ആവണമെന്നില്ല. കാരണം അത് കൺട്രോൾഡ് കണ്ടീഷനിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതേ പ്രശ്നം ഇതിലും വരാം. മാഡം പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അങ്ങനത്തെ ബ്ലഡ് ഫോട്ടോസിൽ തന്നെ അത് ട്രെയിൻ ചെയ്യേണ്ടി വരും. ഒരു പക്ഷേ ഒരു മിക്സ് ട്രെയിൻ ചെയ്യാൻ പറ്റുമായിരിക്കും. കുറച്ച് ബ്ലഡ് ഫോട്ടോസും കുറച്ച് നമ്മുടെ ഹൈലി കൺട്രോൾ കണ്ടീഷൻസ് ഇട്ടുള്ള ഫോട്ടോസ്. അപ്പോൾ അതിൻ്റെ ഈ ഡിറ്റക്ഷനെ അത് ബാധിക്കില്ലേ? നമ്മളൊരു ബ്ലഡ് ഫോട്ടോ കൊടുത്ത് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അതിന് കൺഫ്യൂഷൻ കൂടുമല്ലോ. ഇപ്പോൾ 2 ഡിസീസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കുറച്ച് കുറഞ്ഞു പോവുകയല്ലേ ചെയ്യാം. അപ്പോൾ അതിനൊരു കൺഫ്യൂഷൻ കൂടുകയല്ലേ ചെയ്യാം. അപ്പോൾ അത് ശരിയാവോ എന്നുള്ളതാണ്. അത് നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഡേറ്റ സെറ്റ് നമ്മൾ വെച്ച് ട്രെയിൻ ചെയ്യുമ്പോൾ ഫുൾ ഡേറ്റ കൊടുത്തിട്ട് ട്രെയിൻ ചെയ്യല്ല ചെയ്യാം. നമ്മൾ ഡേറ്റ ഒരു ട്രെയിനിങ് സെറ്റ് വെക്കും, വാലിഡേഷൻ സെറ്റ് വെക്കും, ടെസ്റ്റ് സെറ്റ് വെക്കും. അങ്ങനെ 3ആയിട്ട് ഡേറ്റ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ വാലിഡേഷൻ സെറ്റും ടെസ്റ്റ് സെറ്റും ഒന്നും ഈ AI മോഡൽ നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കില്ല. നമ്മളത് ഒളിപ്പിച്ച് വെക്കും. ആദ്യം കുറച്ച് ചോദ്യങ്ങൾ മാത്രം കാണിക്കും, ഇതിന് ഉത്തരം തരുന്നുണ്ടോ നോക്കും. പിന്നെ ഈ പുതിയ വാലിഡേഷൻ ടെസ്റ്റിൽ നമ്മൾ പരീക്ഷിക്കും. അപ്പോൾ അതിലും നല്ല ആക്യുറസി തരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ടെസ്റ്റിലോട്ട് ഫീൽഡിലോട്ട് കർഷകർക്ക് നമ്മളത് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. മേ ബി നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുള്ള കുറച്ച് ഫോട്ടോസും കൂടെ ഇപ്പോൾ ഒരു ഡിസീസിന് നമ്മൾ എയിം ചെയ്യുന്നു, അതുമായിട്ട് മിസ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡിസീസിൻ്റെയും കൂടി എടുത്തിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യേണ്ടി വരുമായിരിക്കും അല്ലേ? ഇത് നോ എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തിട്ട് അങ്ങനെ അതിന് ഒരു ഡിസ്ക്രിമിനേറ്ററി മോഡൽ എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ വെറുതെ ഒരു ഡിസീസ് മാത്രം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പൂച്ചയെ മാത്രം നമ്മൾ കാണിച്ച് പഠിപ്പിച്ചാൽ അതിന് ആ മോഡലിന് പൂച്ചയെ മാത്രമേ അറിയൂ. നമ്മൾ പിന്നീട് ഒരു നായ കണ്ടാലും അതിന് തോന്നും ഇതൊരു പൂച്ചയല്ലേ എന്ന് തോന്നും. അപ്പം നമ്മൾ രണ്ടും കാണിച്ച് പഠിപ്പിച്ചാൽ അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഭാവിയിൽ AI ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ AI എഴുതാൻ തന്നെ വേറെ AIൻ്റെ സഹായം എടുക്കുകയാണെങ്കിൽ പിന്നെയുള്ള ട്രിബിൾ ഷൂട്ടിങ്ങിൽ നമുക്ക് ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് സാധിക്കുമോ? AI ആണ് അതിന് ഇൻ്റർഫിയർ ചെയ്ത് നമ്മുടെ AI പ്രോഗ്രാം ഫ്യൂച്ചറിൽ AI കൊണ്ട് തന്നെ എഴുതിക്കുവാണ്. AI പ്രോഗ്രാംസ് ഡെവലപ്ഡ് എൻ്റർ AI. അപ്പോൾ അവിടെ നമ്മൾ ട്രിബിൾ ഷൂട്ടിങ് എന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് നടക്കുമോ? അല്ല അതിന് AIൻ്റെ സഹായം വേണ്ടി വരുമല്ലേ? അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി, അപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് അല്ലെങ്കിൽ ഹാക്കിംഗ് ചെയ്യാൻ വേണ്ടി AI എങ്ങനെ ഇതാവുന്നുള്ളത്? എങ്ങനെ ഉപയോഗിക്കാം എന്നാണോ? അത് എത്തിക്കൽ ഹാക്കിംഗ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 5-6 വർഷം മുൻപാണ് സംഭവിച്ചത്. മെറ്റയിൽ ഫേസ്ബുക്കിൽ സംഭവിച്ചതാണ്. അവർക്ക് അവരുടെ ഒരു ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. കാരണം അവർ ഉണ്ടാക്കിയിട്ടുള്ള ബോട്ട്സ് തമ്മിൽ ഒരു കോഡ് ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ മനുഷ്യർക്ക് ഡെവലപ്പേഴ്സിന് മനസ്സിലാവുന്ന ഇവർ തമ്മിൽ എന്താ സംസാരിക്കുന്നത്, ഇവരെന്താ പ്ലാൻ ചെയ്യുന്നതെന്ന്. അങ്ങനെ അവസാനം പേടിച്ചിട്ട് അവർ ഫുൾ പാനിക്കായി ഫുൾ ഡിവിഷൻ ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുപോലെ AI-ക്ക് AI-കളെ ഉണ്ടാക്കാം. AI ഉപയോഗിച്ച് തന്നെ ഓട്ടോ ML എന്ന് പറഞ്ഞ ഫീൽഡ് ഉണ്ട്. നമ്മൾ കൃത്യമായിട്ടുള്ള അൽഗോരിതം ഉപയോഗിക്കണം എന്ന് പറയണ്ട. എന്തെങ്കിലും ഒരു അൽഗോരിതം ഉപയോഗിച്ച് നമുക്കിത് പ്രശ്നം സോൾവ് ചെയ്തതാന്ന് പറഞ്ഞാൽ പലതരം അൽഗോരിതം സ്വന്തമായിട്ട് ട്രൈ ചെയ്തിട്ട് ഇതാണ് ഏറ്റവും നല്ലത് എന്ന് വരെ പറഞ്ഞു തരുന്ന അൽഗോരിതംസ് ഉണ്ട്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്ന് ടെസ്റ്റ് കേസസ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പരമ്പരാഗത വെച്ചാൽ ടെസ്റ്റേഴ്സ് ഇരുന്ന് ഈ ടെസ്റ്റ് കേസ് ഓരോന്നായിട്ട് എഴുതലാണ്. ഇപ്പോൾ നമ്മൾ ഒരു കോഡ് കൊടുത്തിട്ട് ഇത് എങ്ങനെയൊക്കെ രീതിയിൽ ടെസ്റ്റ് ചെയ്യാം എന്ന് വരെ ചോദിച്ചാൽ ഇതിന് പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ്. പിന്നെ എത്തിക്കൽ ഹാക്കിങ്ങിനെ കുറിച്ച് നമ്മൾ എന്ത് ചോദിച്ചാലും പറഞ്ഞു തരുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അതുള്ളത്. ആൾക്കാർ കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മാലിഷ്യസ് ആയിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കാനായിട്ട്. അതിനിടയിൽ കൂടെ എത്തിക്കൽ ഹാക്കിനെ മാത്രം എങ്ങനെ പാസ് ചെയ്ത് തരാൻ പറ്റും എന്ന് അറിയില്ല. ഇന്നും അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. അതിനോട് കൂടിയിട്ട് അതുപോലെ AI തന്നെ ഇവല്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് തന്നെ മനസ്സിലായിക്കൊണ്ട് അത് തന്നെ ഒരു ഇവല്യൂഷൻ ഉണ്ടാക്കുമോ കമ്പ്യൂട്ടറിൽ? ഉണ്ടായേക്കാം. പക്ഷെ ഇപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് അങ്ങനെയില്ല. പക്ഷെ ഉണ്ടായേക്കാം. അതിന് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യപ്രാപ്തി വരാം. ഈവൻ ഇപ്പോൾ GPT പോലുള്ള മോഡൽസ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മോഡൽസ്, ഇത്രയധികം നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇതുപോലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായേക്കാം. എന്തായാലും ഇവിടെ കുറച്ച് കുട്ടികളുണ്ട്, അപ്പം അത് പഠിക്കുന്ന സ്റ്റുഡൻസ്. അപ്പോൾ ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞല്ലോ, എത്തിക്കലാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അസൈൻമെന്റ്സ് കിട്ടുമ്പോൾ എഴുതാൻ എളുപ്പമാണ് എന്നുള്ളത് കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ടോ ഞാൻ അറിയില്ല, പറഞ്ഞു വെക്കട്ടെ.
കേരളത്തിൽ കുറച്ച് എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസ് കുറച്ച് എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ് തന്നെ അവനവൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതാനുള്ള ചെറിയ മെക്കാനിസംസും ലൈക്ക് എന്താ പറയുക പ്ലോട്ടർ മെക്കാനിസംസ് പെന്ന് പിടിപ്പിക്കുക അവനവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റും. ഈ സാഹചര്യം കേരളത്തിലെ കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് ക്യാമ്പസുകളിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് സ്റ്റുഡൻസിന് എന്തായാലും സന്തോഷമാവുകയാണോ സങ്കടമാവുമെന്ന് അറിയില്ല, എന്തായാലും പറഞ്ഞു വെക്കാം. ടീച്ചേഴ്സിനോട് നാളെ ഇങ്ങനെ അസൈൻമെൻറ്റ്സ് കിട്ടിയാലും നാളെ ഡോക്ടറൽ തീസിസ് തന്നെ ഇങ്ങനെ കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു പറഞ്ഞു വെക്കുകയാണ് ഞാനിവിടെ. തീർച്ചയായും ഒരു ടൂളാണ്. അതിപ്പോൾ പറഞ്ഞ പോലെ നാളെ ഇപ്പോൾ ഒരു ഡോക്ടറൽ തീസിസ് കിട്ടിയാലും നമുക്ക് പ്ലേജറിസം കണ്ടുപിടിക്കാനുള്ള ടൂൾസ് ഉണ്ട്. പക്ഷെ എന്നാൽ ഇപ്പോൾ നമ്മൾ എയോട് തന്നെ ചോദിക്കേണ്ട അവസ്ഥയാണ്, ഇത് നീ ഉണ്ടാക്കിയതാണോ അതോ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതാണോ എന്ന്. അപ്പോൾ ഇതൊക്കെ ഡെവലപ്പായിട്ട് വരുന്നേ ഉള്ളൂ. കാരണം ഇത് ഇത്ര പെട്ടെന്ന് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള വ്യക്തത വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കത്തി പോലെയാണ്, നമുക്ക് സർജിക്കൽ നൈഫായിട്ട് ഉപയോഗിക്കാം, ആളെ കൊല്ലാൻ ഉപയോഗിക്കാം. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്.